പക്ഷേ പാകിസ്ഥാനിൽ നിന്നൊരു കൗതുകമുള്ള വാർത്ത വരുന്നുണ്ട്. ആർത്തവ നികുതി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ആർത്തവ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രോഡ് പറയുന്നുണ്ടല്ലോ, പണ്ട് മുലക്കരം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അത് പോൾ ടാക്സ് എന്ന് പറയുന്നത്, അതായത് വ്യക്തികൾക്കുള്ള നികുതി ആണ്, പുരുഷനുള്ളത് സ്ത്രീക്കുള്ളത്. സ്ത്രീക്കുള്ള നികുതിക്ക് അങ്ങനെ ആണെന്ന് സ്ത്രീക്കുള്ള നികുതിക്ക് ഈ പേരിട്ടതാണ്. പേരിട്ടതാണ്. ഇംഗ്ലീഷിൽ പോൾ ടാക്സ് എന്നാ പറയാ, POLL. അത് ഓരോ ആൾക്കും ഉള്ള നികുതി, വ്യക്തി തല, ഓരോ തല അനുസരിച്ച് നികുതി, തല നികുതി എന്നാണ്. അപ്പൊ അത് ആണുങ്ങൾക്ക് നികുതിയുണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഇവിടെ അത് മുലക്കരം എന്നാണ് മാത്രമുള്ള എന്ന് പറഞ്ഞാൽ പലതിനും. ഇപ്പൊ നമ്മൾ ആർത്തവ നികുതി എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ ആളുകൾ പല പേരുകൾ ഇടില്ലേ. അപ്പൊ സ്ത്രീക്കുള്ളതിന് മുലക്കരം എന്ന് പറഞ്ഞു എന്നല്ലാതെ മുലയ്ക്ക് നികുതിയൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തില്. പോഴത്താണ്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാനിറ്ററി നാപ്കിൻ പോലുള്ള ഈ ഹൈജീൻ, ആർത്തവ ഹൈജീൻ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ്, അതിനവിടെ 40% നികുതി. എന്ന് പറഞ്ഞാൽ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളിലെ ആഡംബരം, ആ പട്ടികയിലാണ് സാനിറ്ററി പാഡുകൾ, നാപ്കിൻ പോലുള്ള സംഗതിയൊക്കെ പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സൗജന്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ആയുഷ് വകുപ്പ്, അതെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പാഡ്മാൻ എന്നോ മറ്റോ പറഞ്ഞിട്ട് സിനിമയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിലെ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലെങ്കിലും 25 വയസ്സുള്ള ഒരു പെൺകുട്ടി മഹ്നൂർ ഒമർ ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. മഹ്നൂർ ഒമർ. അപ്പോൾ അവരതിൽ പറയുന്നത്, അവരുടെ ഹർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദരിദ്രർക്ക് സാനിറ്ററി പാഡ്സ് ഈ 40% നികുതി കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല ദരിദ്രർക്ക്. കാരണം ദരിദ്ര ആഡംബര സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ, ലിപ്സ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ആർത്തവം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് അല്ല, അതൊരു ചോയ്സോ അങ്ങനെയോ അല്ല, അത് ജൈവമാണ്, പ്രകൃത്യ, ബയോളജിക്കലാണ്, അതെ വരുന്നതാണ്. അപ്പം സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ നികുതി ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നു, അതിന് നിങ്ങൾക്ക് നികുതി തരണം, അതിന് ടാക്സോ എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പാല്, കാലികളുടെ ബീജം, ചീസ്, ഇതിനൊന്നും നികുതിയില്ല പാകിസ്ഥാനിൽ. ആർത്തവ ഉൽപ്പന്നങ്ങൾ സൗന്ദര്യ സംവർദ്ധക വിഭാഗത്തിൽപ്പെടുത്തി ലക്ഷറി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. ഇത് വിവേചനമാണ്, സ്ത്രീകളോടുള്ള വിവേചനമാണ്. ആരോഗ്യം, അന്തസ്സ്, സ്ത്രീകളുടെ ആരോഗ്യം, അന്തസ്സ്, ഇതിനെ ചോദ്യം ചെയ്യുന്ന നിയമമാണ്, നയമാണ് ഇത്. സാമ്പത്തിക പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഈ പെൺകുട്ടി പറയുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ഇത് അഭിമാനത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും പ്രശ്നമാണ്, സ്വത്വം തന്നെ, മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണിത് എന്നവർ ഹർജിയിൽ പറയുന്നുണ്ട്. ഇന്ത്യ, കെനിയ, UK, കാനഡ, ഓസ്ട്രേലിയ, കൊളംബിയ, സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങളൊക്കെ പിങ്ക് ടാക്സ് എടുത്തു കളഞ്ഞ രാജ്യങ്ങളാണ്. പാകിസ്ഥാനിൽ പക്ഷേ സാനിറ്ററി നാപ്കിൻ ഒരു അവശ്യ സാധനമായിട്ട് കണക്കാക്കുന്നില്ല. യൂണിസെഫ് പറഞ്ഞിരിക്കുന്ന 40% വില അവിടെ കൂടിയിട്ടുണ്ട് പാകിസ്ഥാനിൽ, ഈ നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട്. 109 മില്യൺ സ്ത്രീകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1.09 കോടി സ്ത്രീകളുണ്ട്. അപ്പോൾ ഗ്രാമീണ സ്ത്രീകളിൽ 16% മാത്രമാണ് ഇപ്പോൾ സാനിറ്ററി നാപ്കിൻസ് വാങ്ങുന്നത്, യൂണിസെഫിൻ്റെ കണക്ക്. പഴം തുണി ആണ് പഴയ പോലെ ഇപ്പോൾ ആശ്രയം. 2002 വെള്ളപ്പൊക്കത്തിൽ അങ്ങനത്തെ തുണിയും ഒക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് ആളുകളൊക്കെ വലിയ പ്രശ്നത്തിലാണ്, സ്ത്രീകൾ എന്ന് യൂണിസെഫ് പറയുന്നു. അപ്പോൾ അവിടെ പെൺകുട്ടികൾ ഈ പല ഗ്രാമങ്ങളിലും സ്കൂളിൽ പോകുന്നില്ല, ആർത്തവകാലത്ത് സ്കൂളിൽ പോകുന്നില്ല. 79% സ്കൂളിലും ജോലിയിൽ പോക്ക്, സാമൂഹിക കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. ഇത്തരം കാരണങ്ങളുണ്ട്.
41% പെൺകുട്ടികൾക്ക് ആർത്തവം വരുമ്പോൾ ഇതെന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ആദ്യം വരുമ്പോൾ അത്രയേ ഉള്ളൂ അവർക്ക് ഇതേ പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കലും ഒക്കെ. അപ്പോൾ മഹ്വാറി ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന പാകിസ്ഥാനിലുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് കേസ് നികുതിയെ സംബന്ധിച്ചത് മാത്രമല്ല അന്തസ്സിൻ്റെ പ്രശ്നമാണ്, പുരുഷ കേന്ദ്രീകൃത നയമാണിത്, അതിനെതിരെയാണ് പോരാട്ടം. അപ്പോൾ ഓരോ സ്ത്രീയും അവളുടെ ജീവിതത്തിൽ പൊതുവെ 6-7 കൊല്ലം ആർത്തവകാലമായിരിക്കും മൊത്തം എടുത്താൽ എന്നാണ് കണക്ക്. ഒരു 7 കൊല്ലം ആർത്തവം തുടർച്ചയായിട്ട് എടുക്കും. ഈ 5 ദിവസം എടുക്കുമ്പോൾ 9 വയസ്സ് തൊട്ട് അല്ലെ 10-55 വയസ്സ് വരെ. അതെ അത് തന്നെ. അപ്പോൾ ഇത്രയും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ അവസ്ഥ ഒന്ന് നോക്കി. എനിക്ക് തോന്നുന്നത് IMF തുടങ്ങി ഒരുപാട് കടമുണ്ടല്ലോ. ഈ കടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സബ്സിഡികൾ മുഴുവൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്യാസിൻ്റെ സബ്സിഡി, വൈദ്യുതിയുടെ ഒക്കെ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാം ടാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിവേചനപരമായിട്ടും ഒക്കെ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് പാകിസ്ഥാനെ എവിടെ കൊണ്ടെത്തിക്കാനാണ്? തീർച്ചയായിട്ടും ഈ ടാക്സ് ചെയ്യപ്പെടുമ്പോൾ കാര്യമായ പ്രതിഷേധമില്ലാതെ പിഴിഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കൂട്ടരാണല്ലോ ദുർബലർ. സ്ത്രീകളോടുള്ള സമീപനാണതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ തലേന്ന് പിറന്ന ഒരു നാടാണല്ലോ. ഇന്ത്യ പിറക്കുന്നതിൻ്റെ തലേന്നാൾ പിറന്ന നാട് ഇപ്പോഴും ആധുനിക ജനാധിപത്യ സങ്കല്പപ്രകാരം ആധുനിക മനുഷ്യാവകാശ വിചാരങ്ങളിലൊക്കെ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഈ കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ ഈ വിഷയത്തിലൊക്കെ അങ്ങേറ്റത്തെ മുന്നേറ്റമുണ്ട്. ഇപ്പോൾ ആരും ഒന്നാമത് സാനിറ്ററി പാഡ്സ് സ്കൂളുകൾ പോലും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഈ കിയോസ്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പല കോളേജുകളിലും ഉണ്ട്. +2 സ്കൂളുകളിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കിയോസ്കിൽ ഏത് കുട്ടിക്കും സൗജന്യമായിട്ട് എടുക്കാം. അതുപോലെ ഇത് ഡിസ്പോസലിനുള്ള പ്രത്യേക സംവിധാനം എല്ലാ ക്യാമ്പസുകളിലും. 2, നമ്മൾ സാറേ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഇത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഹൈജീൻ അത്ര വലിയ വില കൊടുക്കുന്നതുകൊണ്ടും പെൺകുട്ടികളുടെ ജീവൻ നമുക്കങ്ങനെയാണല്ലോ. പെൺകുട്ടികൾ, അമ്മയുടെ ജീവൻ, നമുക്ക് ഭാരത് മാതാ ആണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അമ്മയുടെ ജീവൻ ആൺകുട്ടികളുടെ ജീവനേക്കാളും ആൺകുട്ടിയുടെ വൃത്തിയേക്കാളും പ്രധാനമായിട്ട് കാണുന്നതുകൊണ്ടാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഒരുപാട് സാധനമൊക്കെ അടിച്ചു പോയല്ലോ. അപ്പോൾ കുറേ മിസൈലൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ടാക്സ് ചെയ്യണം. ഉണ്ടായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. ഇപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് കാണുന്നത് ഈ പെൺകുട്ടികളുടെ അടുത്ത സ്റ്റേജിൽ നമ്മളെത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഞാൻ കണ്ടത് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പായിട്ട് മിക്ക പഞ്ചായത്തുകളിലും മിക്ക മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കുന്ന ഒരു പദ്ധതി എന്താണെന്നറിയോ? മെൻസ്ട്രുവൽ കപ്പുകൾ വിതരണം. നമ്മൾ ഡിസ്പോസലിൻ്റെ പ്രശ്നമാണ്. കാരണം സാനിറ്ററി പാഡ് ആയാൽ ഡിസ്പോസൽ ഇഷ്യൂ ഉണ്ടാവും. അതൊരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാറും. അതിന് പകരം സ്ഥിരമായി യൂസ് ചെയ്യാവുന്ന ഈ കപ്പുകളാണിപ്പോൾ. അത് കുറേ കൂടി സേഫാണ് അത്രേ. അപ്പോൾ അത് സൗജന്യമായി വിതരണം ചെയ്യുന്നത് വലിയ ക്യാമ്പയിനായിട്ടും വലിയ ഇലക്ഷൻ പ്രചരണമായിട്ടും നമ്മൾ നടത്തുകയാണ്. അപ്പോഴാണ് ശരീരശുദ്ധിക്ക് വേണ്ടി കൊടുക്കുന്ന ഈ അവശ്യ സർവീസ് ആലോചിച്ച് നോക്കൂ. കുളിക്കാൻ വെള്ളം കൊടുക്കുന്നത് ആവശ്യമല്ലേ? പുരുഷന്മാർക്ക് വെള്ളം മതി. സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് അത് മാത്രം പോരല്ലോ. അവർക്ക് കൊടുക്കുന്ന ബയോളജിക്കലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഈ മെൻസ്ട്രുവേഷൻ പീരീഡ്. അത് പരിഗണിച്ചുകൊണ്ട് അവർക്ക് അതിന് പകരം അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക. ഞാൻ പെണ്ണായി എന്നതിന് കൊടുക്കുന്ന, പണ്ട് നമ്മൾ പറയാറില്ലേ, പെണ്ണായി പിറന്നുപോയി എന്ന കുറ്റത്തിന് ഈ ആധുനിക കാലത്ത് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്. വേറൊന്ന് ആലോചിച്ച് നോക്കൂ. ആർത്തവത്തോടുള്ള കൺസെപ്റ്റ് എന്താ? ഇപ്പോഴും പ്രാകൃതമായ കൺസെപ്റ്റ് അല്ലേ? ആർത്തവം എന്തോ പെണ്ണുങ്ങൾക്കൊരു വേണ്ടാത്ത സംഗതി. ആർത്തവം അമ്മയല്ലേ? ആർത്തവം ഇല്ലെങ്കിൽ മാനവരാശിയുണ്ടോ? അതുകൊണ്ട് ആർത്തവക്കാരിക്ക് കൊടുക്കുന്ന ആദരവ്, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കളിയാക്കുമെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ. ചെങ്ങന്നൂര് ക്ഷേത്രത്തിൽ ഭഗവതി തൃപ്പൂത്തായി എന്ന് പറഞ്ഞിട്ട് ആഘോഷമുണ്ട്. ഇതിനാണോ ആർത്തവോത്സവമാണത്? വേണ്ടതാണ് സർ, വേണ്ടതാണ്. ഒരു പെൺകുട്ടി യൗവനയുക്തയായി എന്നല്ലല്ലോ അതിനർത്ഥം. ഒരു പെൺകുട്ടി മാതാവാകാനുള്ള ശേഷി നേടിയിരിക്കുന്നു എന്ന് ദൈവത്തിനോട് നന്ദി പറയുകയും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടുകാർ ഇടപെടുകയും ചെയ്യുന്നൊരു ആഘോഷത്തെ ഈ അനാവശ്യമായ വിവാദങ്ങളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു അർത്ഥം ഇത്രയേ ഉള്ളൂ. ആർത്തവം എന്നത് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. അമ്മയാകാനുള്ള ഉത്സവമാണ്. അങ്ങനെ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ കാണുന്ന ഒരു ഇന്ത്യയുടെ മുമ്പിലാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത് പാകിസ്ഥാനാവുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനാവുമ്പോൾ ഒരു മതം പറഞ്ഞ് രാഷ്ട്രം വാങ്ങിപ്പോയവരാണ്.
ആധുനിക രാഷ്ട്രസങ്കല്പത്തോടൊപ്പമെങ്കിലും ഇവർക്ക് എത്താൻ പറ്റിയോ? ഒന്നാമത്തെ ചോദ്യം. 2, ഇവർ ഏത് മതമാണ് ഉദ്ഘോഷിക്കുന്നത്? ഇസ്ലാമാണല്ലോ. ഇസ്ലാമാണെങ്കിൽ ഇവർ മതവുമായി വല്ല ബന്ധവും, എനിക്ക് തോന്നുന്നു മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രവാദത്തിൽ ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്നിപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് സാറിന് അറിയാമല്ലോ. ഇനി ഉണ്ടെങ്കിൽ ഇവർ എവിടെയെങ്കിലും ഇവർ ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ഉണ്ടല്ലോ, അതിലെ ഇസ്ലാമിന് വല്ല വിലയും ഉണ്ടെങ്കിൽ ഈ രണ്ടിനും ഒരു മാപ്പ് പറയണം, ദൈവത്തോട് മാപ്പ് പറയേണ്ടി വരും. പക്ഷേ ഈ മലാല യൂസുഫ്സായി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, ആ കുട്ടി അടുത്ത കാലത്തെ എവിടുന്നുള്ളൊരു കപ്പലിൽ ഗാസയിലേക്ക് യാത്ര ചെയ്യുകയും ഇസ്രയേൽ പിടിച്ച് തിരിച്ചുവിടുകയൊക്കെ ചെയ്തിരുന്നു. അവർക്ക് നൊബേലും ഒക്കെ കിട്ടിയില്ലേ, പുതിയ പുസ്തകം. അപ്പോൾ ഈ മലാല പക്ഷേ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. മലാല എന്താണാവോ മിണ്ടാത്തത്? അത് നമുക്ക് കാത്തിരിക്കാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇസ്ലാമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇസ്ലാമിൽ ഇത് രണ്ടും പ്രിയപ്പെട്ടതാണ്. ഒന്ന്, അമ്മ, മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ മതമാണത്. രണ്ടാമത്തെ കാര്യം ശുദ്ധി, വൃത്തിക്ക് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്ന ഒരു മതമാണ്. മീൻസ് ആവശ്യത്തിലേറെ വൃത്തി. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു മതത്തെ, ഇപ്പോൾ ഇവർക്ക് മതത്തിൻ്റെ പേരിൽ രാഷ്ട്രം വാങ്ങിപ്പോയവർക്ക് മതമുണ്ടോ? 2, രാഷ്ട്രമുണ്ടോ? ഏറ്റവും ഒടുവിലത്തെ ഒരു ചോദ്യം ഇതാണ്. ഏറ്റവും മിനിമം മനുഷ്യാവകാശം നമ്മുടെ നാട്ടിലിപ്പോൾ വിദ്യാഭ്യാസം മൗലികമായ അവകാശമാണ്. അവിടെയാണ് മലാല യൂസുഫ്സായിമാരുണ്ടാകുന്നത്. പെൺകുട്ടികളുടെ സ്കൂള് അടിച്ചു പൊളിക്കുന്നതും പൂട്ടുന്നതും ബോംബിടുന്നതും. ഒന്ന്, അത് പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഒക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ആധുനിക ജനാധിപത്യ സങ്കല്പങ്ങളിൽ പൗരാവകാശങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, മിനിമം മനുഷ്യാവകാശങ്ങൾ പാലിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അവൾ പെൺകുട്ടിയായി എന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്നതാണ് ദൈവദത്തം എന്ന്. അങ്ങനെയാണല്ലോ വിശ്വാസിക്ക്, അങ്ങനെയാണല്ലോ പറയുക. ഇസ്ലാമിനാണെങ്കിൽ അള്ളാഹു കൊടുത്താണല്ലോ ഈ പ്രകൃതി. അത് അള്ളാഹുവിൻ്റെ വരദാനമായിട്ട് കിട്ടിയ ഒരു മാതൃത്വം, അതിനെ പണിഷ്മെൻറ്റ് കൊടുക്കുക. ഇത് അവൾ പെൺകുട്ടിയാണ്, അവൾക്ക് ശിക്ഷ, അവൾക്ക് ടാക്സ്, അവൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം പ്രാകൃതമായൊരു കാലത്തേക്കാണ് അവർ പോകുന്നത്. ഇവർ അപമാനിക്കുന്നത് ദൈവത്തെയാണ്, ഇസ്ലാമിനെയാണ്, മാനവരാശിയാണ്, ജനാധിപത്യത്തെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീത്വത്തെയാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിന്, ഇങ്ങനെ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാനാവുക? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഈ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങളിലൊന്നാണ്. ഇപ്പോഴും ഒരു രാഷ്ട്രമാകാനോ, ഇപ്പോഴും ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ മനുഷ്യരാണ് എന്ന് തോന്നാനോ, ആ രാജ്യത്ത് ജീവിക്കുന്ന അമ്മമാർക്കൊക്കെ അച്ഛന്മാരുടെ വാചകത്തിൽ പറയാം, പാകിസ്ഥാന് അന്തസ്സില്ല. തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.